നമസ്കാരം. പ്ലേ ഓഫിലേക്ക് സ്വാഗതം. കായിക ലോകത്ത് ഈ ആഴ്ച നടന്ന എല്ലാ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമുള്ള എത്തിനോട്ടമാണ് പ്ലേ ഓഫ്. ലോകമെമ്പാടും നടന്ന ഫുട്ബോളും ക്രിക്കറ്റും ടെന്നീസും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട കായിക വാർത്തകളും നമ്മൾ പ്ലേ ഓഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിഫ ലോക ഫുട്ബോൾ റാങ്കിങ്ങിൽ ആദ്യ 100-ൽ ടീം ഇന്ത്യ ഇടം പിടിച്ച വാർത്തയാണ് ആദ്യം. പുതിയ റാങ്കിംഗ് പ്രകാരം ഒരു സ്ഥാനം ഉയർന്നാണ് ഇന്ത്യ 100-ാം സ്ഥാനം നേടിയത്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ ലെബനനെ തോൽപ്പിച്ച് കിരീടം നേടിയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റവുമാണ് ആദ്യ 100-ൽ ഇടം പിടിക്കാൻ അവസരമൊരുക്കിയത്. അതേസമയം ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി 1843.73 പോയിന്റാണ് അർജന്റീനയ്ക്കുള്ളത്. ഫ്രാൻസ് 2-ാം റാങ്കിലും ബ്രസീൽ 3-ാം റാങ്കിലുമാണുള്ളത്. ബെൽജിയത്തെ മറികടന്ന് ഇംഗ്ലണ്ട് 4-ാമതെത്തി. ബെൽജിയം, ക്രൊയേഷ്യ, നെതർലാൻഡ്സ്, ഇറ്റലി, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ ടീമുകളും ആദ്യ 10-ൽ ഇടം പിടിച്ചു. അടുത്ത വാർത്തയും ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രൗണ്ടിലെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകൻ ഇഗോർ സ്റ്റിമാച്ചിനെതിരെ കടുത്ത നടപടിയുമായി സാഫ്. ഇന്ത്യയുടെ അടുത്ത 2 മത്സരങ്ങളിൽ സ്റ്റിമാക്കിന് വിലക്കേർപ്പെടുത്തി പിഴയായി 41,000 രൂപയോളം അടയ്ക്കണം. സാഫ് കപ്പ് ഫുട്ബോളിനിടെ 2-ാം തവണയും ചുവപ്പ് കാർഡ് ലഭിച്ചതോടെയാണ് സ്റ്റിമാക്കിനെതിരെ നടപടിയെത്തിയത്. എതിർ ടീമിലെ താരങ്ങളോട് തർക്കിച്ചതിനും റഫറിമാരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തതിനുമാണ് സാഫ് മത്സരങ്ങൾക്കിടെ സ്റ്റിമാക്കിന് ചുവപ്പ് കാർഡുകൾ ലഭിച്ചത്. ഇനി നിരവധി ഫുട്ബോൾ പ്രേമികൾക്ക് നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ഗോവൻ ക്ലബ്ബ് സാൽഗോക്കർ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. 67 വർഷം പാരമ്പര്യമുള്ള സാൽഗോക്കറിന്റെ സീനിയർ ടീമിന്റെ പ്രവർത്തനങ്ങൾ നിർത്തുകയാണെന്ന് ക്ലബ്ബ് അറിയിച്ചു. അണ്ടർ 13, അണ്ടർ 15 തലങ്ങളിൽ മാത്രമായി ഇനി പ്രവർത്തനം ചുരുക്കാനാണ് തീരുമാനം. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ച ആദ്യ ഗോവൻ ടീമാണ് സാൽഗോക്കർ. ഡ്യൂറാൻസ് കപ്പും ഫെഡറേഷൻ കപ്പും ദേശീയ ലീഗും ഗോവയിലെത്തിച്ച ആദ്യ ക്ലബ്ബ് കൂടിയാണ് സാൽഗോക്കർ. ഒരു ഫുട്ബോൾ ക്ലബ്ബ് പ്രവർത്തനം അവസാനിക്കുമ്പോൾ മറ്റൊരു പുതിയ ക്ലബ്ബ് ഇന്ത്യയിൽ തുടങ്ങിയ വാർത്തയാണ് അടുത്തതായി. ക്രിക്കറ്റിന്റെ നാടായ ഉത്തർപ്രദേശിൽ നിന്ന് ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാകാൻ ഒരുങ്ങുകയാണ് ഇന്റർ കാശി ഫുട്ബോൾ ക്ലബ്ബ്. വാരാണസിയാണ് ആസ്ഥാനം. കാശിയുടെ പൈതൃകം സൂചിപ്പിക്കുന്ന ലോഗോയും പുറത്തിറക്കി. സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മഡ്രിഡ് ഇന്റർ കാശിയുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജെറാർഡ് പികെ സഹ ഉടമയായ FC അൻഡോറ ലീഗ് ചാമ്പ്യന്മാരായ ഇന്റർ എസ്കലേഡ് എന്നിവയും സഹകരിക്കുന്നുണ്ട്. കൊൽക്കത്ത റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ RDB ഗ്രൂപ്പാണ് ഈ ടീമിന്റെ ഉടമസ്ഥർ. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യ സ്വന്തമാക്കി. ഫൈനലിൽ ഇറാനെ തകർത്താണ് ഇന്ത്യ കിരീടം നേടിയത്. ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ 9 പതിപ്പുകളിൽ ഇന്ത്യയുടെ 8-ാം കിരീടമാണിത്. സൂപ്പർ 10 നേടിക്കൊണ്ട് ക്യാപ്റ്റൻ പവൻ സെഹ്റാവത്താണ് ഇറാനെതിരെ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചത്. ഇന്ത്യ 10-ാം മിനിറ്റിൽ ഇറാനെ ഓൾ ഔട്ടാക്കി. 19-ാം മിനിറ്റിൽ ഇറാനെ വീണ്ടും ഇന്ത്യ ഓൾ ഔട്ടാക്കി. ആദ്യ പകുതിയിൽ 23-11 എന്ന സ്കോറിന് മുന്നിലായിരുന്നു ഇന്ത്യ. ഇന്ത്യയെയും ഇറാനെയും കൂടാതെ ജപ്പാൻ, കൊറിയ, ചൈനീസ് തായ്പേയ്, ഹോങ്കോങ് എന്നീ 6 ടീമുകളാണ് ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചിരുന്നത്. റൗണ്ട് റോബിൻ രീതിയിൽ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം ആദ്യ 2 സ്ഥാനത്തെത്തുന്നവരാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. നേരത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന മത്സരത്തിലും ഇന്ത്യ ഇറാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇനി ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കാണാം. സെപ്റ്റംബറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ വിസ്മയ നേട്ടം കുതിക്കുന്ന ഇന്ത്യക്ക് 10 മത്സരങ്ങളിൽ ആളില്ല. പുരുഷ വിഭാഗങ്ങളിൽ 6 ഇനങ്ങളിലും വനിതകളിൽ 4 ഇനങ്ങളിലും അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് പങ്കാളിത്തം ഉണ്ടാകില്ല. ഏഷ്യൻ ഗെയിംസിനായി ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ മുന്നോട്ട് വച്ച യോഗ്യതാ മാർക്ക് ഈ ഇനങ്ങളിൽ ഒരു ഇന്ത്യൻ അത്ലറ്റ് മറികടക്കാത്തതാണ് ഇക്കുറി ആളില്ലാതാകാൻ കാരണം. യോഗ്യതാ മാർക്ക് പിന്നിടാത്തവരെ ഏഷ്യൻ ഗെയിംസിന് അയക്കില്ലെന്നാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ തീരുമാനം. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ആകെ 49 മെഡൽ ഇനങ്ങളാണ് ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഉള്ളത്. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ വനിതകളുടെ 100, 200 മീറ്റർ സ്പ്രിന്റ് ഇനങ്ങളിലും വെങ്കലം നേടിയ ഡിസ്കസ് ത്രോയിലും ഹാങ്ചൗ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് പങ്കാളിത്തം ഉണ്ടാകില്ല. പുരുഷന്മാരുടെ 100 മീറ്റർ, 200 മീറ്റർ, പോൾ വാൾട്ട്, 100 മീറ്റർ ഹർഡിൽസ്, ഡിസ്കസ് ത്രോ, ഹാമർ ത്രോ, വനിതാ മാരത്തൺ എന്നിവയാണ് ഇത്തവണത്തെ ഗെയിംസിൽ ഇന്ത്യക്ക് യോഗ്യത നേടാൻ കഴിയാത്ത മറ്റ് മത്സര ഇനങ്ങൾ. ഭുവനേശ്വറിൽ കഴിഞ്ഞയാഴ്ച സമാപിച്ച ദേശീയ സീനിയർ അത്ലറ്റിക് മീറ്റായിരുന്നു ഏഷ്യൻ ഗെയിംസിന് യോഗ്യത നേടാൻ അത്ലറ്റുകൾക്കുള്ള അവസാന അവസരം. വിവിധ ഇനങ്ങളിലായി രാജ്യത്തെ 74 അത്ലറ്റുകൾ ഏഷ്യൻ ഗെയിംസ് യോഗ്യതാ മാർക്ക് മറികടന്നിരുന്നു. എന്നാൽ ഗെയിംസിൽ ഒരു ഇനത്തിൽ 2 താരങ്ങൾക്ക് മാത്രമാണ് എൻട്രി.
കൂടുതൽ പേർ യോഗ്യതാ കടമ്പ പിന്നിട്ട മത്സര ഇനങ്ങളിൽ ദേശീയ സീനിയർ അത്ലറ്റിക്സിലെ ആദ്യ 2 സ്ഥാനക്കാരെയാണ് ഏഷ്യൻ ഗെയിംസിന് അയക്കുക. 8 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവുമടക്കം 20 മെഡലുകളാണ് 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ നേട്ടം. സ്പോർട്സ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടിനും ബജ്രംഗ് പൂനിയയ്ക്കും വിദേശ പരിശീലനത്തിന് അനുമതി നൽകി യുവജനകാര്യ കായിക മന്ത്രാലയം. ഇതോടെ വിദേശത്തെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ താരങ്ങൾ കിർഗിസ്ഥാനിലേക്കും ഹംഗറിയിലേക്കും പോകും. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ നടപടി ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും ഏതാനും മാസങ്ങളായി പരിശീലനത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അനുമതി ലഭിച്ചതോടെ വിദേശത്തെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ താരങ്ങൾ കിർഗിസ്ഥാനിലേക്കും ഹംഗറിയിലേക്കും പോകും. ഇതിനുള്ള ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കും. ബജ്രംഗ് പൂനിയ കിർഗിസ്ഥാനിലെ ഇസിക്കുള്ളിലാണ് 36 ദിവസം പരിശീലനം നടത്തുക. ഏഷ്യൻ ഗെയിംസ് ജേതാവായ വിനേഷ് ഫോഗട്ട് ഹംഗറിയിൽ 18 ദിവസത്തെ പരിശീലനം നടത്തും. ഏഷ്യൻ ഗെയിംസും ലോക ചാമ്പ്യൻഷിപ്പും ലക്ഷ്യമിട്ടാണ് പരിശീലനം. വിദേശ പരിശീലനത്തിനുള്ള അപേക്ഷ സമർപ്പിച്ച് 24 മണിക്കൂറിനുള്ളിൽ ടാർജറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിൽ ഉൾപ്പെടുത്തി ഇതിന് അംഗീകാരം നൽകിയതായി മന്ത്രാലയം വ്യക്തമാക്കി. വിനേഷിനൊപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് അശ്വിനി ജീവൻ പാട്ടീൽ, പരിശീലകൻ സുദേശ്, ഗോദയിലെ പങ്കാളി സംഗീത ഫോഗട്ട് എന്നിവരും ഹംഗറിയിലേക്ക് പോകുന്നുണ്ട്. പൂണിയയുടെ സംഘത്തിൽ പരിശീലകൻ സുജിത് മൻ, ഫിസിയോതെറാപ്പിസ്റ്റ് അഞ്ജു ഗുപ്ത, ഗോദയിലെ എതിരാളി ജിതേന്ദ്ര കിൻഹ, പരിശീലന സംഘത്തിലെ കാസി ഹസൻ എന്നിവരും ഉണ്ട്. സ്പോർട്സ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്. കേരളത്തിൽ മത്സരത്തിനെത്താൻ താൽപ്പര്യമുണ്ടെന്ന് അർജന്റീനയുടെ ഫുട്ബോൾ ടീം അറിയിച്ചു. ഇക്കാര്യം ടീം മാനേജ്മെന്റ് കായികമന്ത്രി വി അബ്ദുറഹ്മാനെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. അർജന്റീനയുടെ കത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിക്കുമെന്നും തുടർന്ന് മറ്റ് നടപടികൾ ആരംഭിക്കുമെന്നും സംസ്ഥാന കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അർജന്റീനയുടെ മത്സരം സംഘടിപ്പിക്കുന്നതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കുന്നതിന് പ്രയാസമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അർജന്റീന ഫുട്ബോൾ ടീമുമായി കളിക്കാനുള്ള അവസരം ഇന്ത്യ നഷ്ടമാക്കി എന്ന വിവാദത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിലപാട് വ്യക്തമാക്കി. അർജന്റീനയ്ക്ക് ഇന്ത്യയിൽ മറ്റേതെങ്കിലും രാജ്യത്തോട് കളിക്കാനായിരുന്നു താൽപ്പര്യമെന്ന് ഫുട്ബോൾ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ വ്യക്തമാക്കി. സ്പോൺസർഷിപ്പ് ലഭിക്കാത്തതും മത്സരം നടക്കാതെ പോയതിന് കാരണമായെന്ന് ഷാജി പ്രഭാകരൻ പ്രതികരിച്ചു. ഖത്തർ ലോകകപ്പിൽ ലഭിച്ച വലിയ പിന്തുണയെ തുടർന്നാണ് ഇന്ത്യയിൽ കളിക്കാൻ അർജന്റീന താൽപ്പര്യമറിയിച്ചത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലും കളിക്കാനായിരുന്നു നീക്കം. അത് സാധിക്കാതെ വന്നതോടെ അർജന്റീന ചൈനയിലും ഇന്തോനേഷ്യയിലും കളിച്ചതായി ഷാജി പ്രഭാകരൻ വ്യക്തമാക്കി. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ സന്നാഹ മത്സരവേദിയായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ BCCI പരിശോധന നടത്തും. പരിശോധനയുടെ അടിസ്ഥാനത്തിലാകും സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ നടത്തുക. BCCI നിയോഗിച്ച ഏജൻസി ജൂലൈ 15 ശേഷമാകും പരിശോധനയ്ക്കെത്തുക. അവർ നിർദ്ദേശിക്കുന്നത് അനുസരിച്ചാകും മത്സര ഒരുക്കങ്ങൾ നടത്തുക. സെപ്റ്റംബർ 29, 30, ഒക്ടോബർ 1, 2 തീയതികളിലായാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 6 ടീമുകൾ ഇവിടെ 4 സന്നാഹ മത്സരങ്ങൾ കളിക്കുന്നത്. വിക്കറ്റും ടർഫും കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് പരിപാലിക്കുന്നത്. ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഗാലറിയിലും പവലിയനിലുമാണ് കാര്യമായ അറ്റകുറ്റപ്പണികളും നവീകരണങ്ങളും വേണ്ടിവരുന്നത്. ഗാലറിയിലെ കസേരകൾ പലതും തകർന്ന നിലയിലാണ്. ലോകകപ്പ് സന്നാഹ മത്സരങ്ങൾക്ക് വേദിയാകാൻ അവസരം കൈവന്നതോടെ KCA സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം തേടി. KCA പ്രസിഡന്റ് ജയേഷ് ജോർജും സെക്രട്ടറി A വിനോദ് കുമാറും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. മത്സരങ്ങളുടെ ടിക്കറ്റിന് വിനോദ നികുതി ഇളവ് ലഭിക്കുന്നതിലടക്കം സർക്കാരിൻ്റെ അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് KCA. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വേദിയായ ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിൻ്റെ ടിക്കറ്റ് നിരക്കുമായും വിനോദ നികുതി ഇളവുമായും ബന്ധപ്പെട്ട് കായികമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായിരുന്നു. സ്പോർട്സ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്. ഏകദിന ലോകകപ്പിനുള്ള വേദികൾ ICC പ്രഖ്യാപിച്ചതോടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് BCCI. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ടൂർണമെന്റിന് സ്റ്റേഡിയങ്ങളെ സജ്ജമാക്കാൻ BCCI വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോകകപ്പ് വേദികളാകുന്ന എല്ലാ സ്റ്റേഡിയങ്ങൾക്കും 50 കോടി രൂപ വീതം BCCI നൽകും. 3 മാസം മാത്രം ശേഷിക്കെ എല്ലാ സ്റ്റേഡിയങ്ങളിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള തീവ്ര ശ്രമങ്ങളിലാണ് BCCI. സ്റ്റേഡിയങ്ങളിൽ പുതിയ ഫ്ലഡ് ലൈറ്റുകൾ, പുതിയ ഡ്രസ്സിംഗ് റൂമുകൾ, ഇറക്കുമതി ചെയ്ത പുല്ലുകൾ, മികച്ച ടിക്കറ്റ് വിൽപ്പന സൗകര്യം തുടങ്ങി വലിയ മാറ്റങ്ങൾ വരുത്താനാണ് BCCI ലക്ഷ്യമിടുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിനും ഫൈനലിനും ഉൾപ്പെടെ വേദിയാകുന്ന അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ പണികൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. സ്റ്റേഡിയത്തിൽ പുതിയ പുല്ല് വെച്ചുപിടിപ്പിക്കുന്ന ജോലി തുടരുകയാണ്. കൊൽക്കത്തയിലെ വിഖ്യാതമായ ഈഡൻ ഗാർഡൻസിൻ്റെ പ്രൗഢി കൂട്ടാൻ പുതിയ ഡ്രസ്സിംഗ് റൂം വരും. ലോകകപ്പിന് അപ്രതീക്ഷിത വേദിയായ ധരംശാലയിൽ ഔട്ട്ഫീൽഡ് മികച്ചതാക്കും. ഇറക്കുമതി ചെയ്ത പുല്ല് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പൂണെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ പുതിയ മേൽക്കൂര സ്ഥാപിക്കുന്നതും ദില്ലിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കസേരകളും ശുചിമുറികളും മെച്ചപ്പെടുത്തുന്നതുമെല്ലാം അജണ്ടയിലുണ്ട്. ചെന്നൈയിലെ ചെക്ക് പോക്കിലും ലക്നൗ ഏകന സ്റ്റേഡിയത്തിലും പുതിയ പിച്ചുകൾ ലോകകപ്പിനായി ഒരുക്കും.
ബംഗളൂരുവിലെ എം ചിന്നസ്വാമി, മുംബൈയിലെ വാങ്കഡെ എന്നിവിടങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇക്കുറി ലോകകപ്പ് ടിക്കറ്റ് വിൽപ്പന പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കാനാണ് BCCIയും ICCIയും ആലോചിക്കുന്നത്. ജൂലൈ 1 മുതൽ ടിക്കറ്റ് വിൽപ്പന തുടങ്ങും എന്നാണ് റിപ്പോർട്ട്. സ്പോർട്സ് ഡെസ്ക്, യോഗനാഥം ന്യൂസ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ പ്രധാന സ്പോൺസർമാർ ആയതാണ് അടുത്ത വാർത്ത. ഇതുവരെ ഇന്ത്യൻ ടീമിന്റെ പ്രധാന സ്പോൺസറായിരുന്ന ബൈജൂസുമായുള്ള BCCIയുടെ കരാർ അവസാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കമ്പനിയുമായി BCCI കരാറിലെത്തി. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ Dream11 ആണ് ഇനി ഇന്ത്യൻ ടീമിന്റെ പ്രധാന സ്പോൺസർ. 3 വർഷത്തേക്കാണ് കരാർ. ഇനി മുതൽ ഇന്ത്യൻ ടീമിന്റെ ജേഴ്സിയിൽ Dream11ന്റെ പേരുണ്ടാകും. BCCI പ്രസിഡന്റ് റോജർ ബിന്നിയാണ് ഈ കാര്യം അറിയിച്ചത്. 358 കോടി രൂപയുടെ കരാറാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളിയായ ബൈജു രവീന്ദ്രന്റെ കീഴിലുള്ള എഡ്ടെക് കമ്പനിയായ ബൈജൂസ് 2019 ഇന്ത്യൻ ടീമിന്റെ മുഖ്യ സ്പോൺസറായത്. ബൈജൂസുമായുള്ള കരാർ 2023 ജൂണിൽ അവസാനിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പര മുതൽ Dream11 ഇന്ത്യയുടെ സ്പോൺസറാകും. 1.5 മാസം നീളുന്ന വെസ്റ്റ് ഇൻഡീസ് അമേരിക്കൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജറായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റും BCCI മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ JS ജോർജിനെ നിയമിച്ചു. 2012 ന്യൂസിലാൻഡ് ടീമിന്റെ ഇന്ത്യൻ പര്യടനത്തിലും 2014 ഓസ്ട്രേലിയൻ പര്യടനത്തിലും ഇന്ത്യ A ടീമിന്റെ മാനേജറായിരുന്ന JS സീനിയർ ടീം മാനേജറാകുന്നത് ആദ്യമായാണ്. ജൂലൈ 12 ആരംഭിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിൽ 2 ടെസ്റ്റും 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളുമാണ് ഉള്ളത്. അവസാന 2 മത്സരങ്ങൾ US ഫ്ലോറിഡയിലാണ്. മലയാളി താരം സഞ്ജു സാംസണും പരമ്പരയ്ക്കുള്ള ഏകദിന ടീമിലുണ്ട്. വനിതാ കരീബിയൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി യുവ ഓഫ് സ്പിന്നർ ശ്രേയങ്ക പാട്ടീൽ. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 10 വരെ നടക്കുന്ന ലീഗിൽ ഗയാന ആമസോൺ വാരിയേഴ്സ് ടീമിനായാണ് ശ്രേയങ്ക കളിക്കുക. ഇന്ത്യക്കായി സീനിയർ ടീമിൽ അരങ്ങേറിയിട്ടില്ലാത്ത താരം വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. തുടർന്ന് വിദേശ ലീഗിലേക്ക് അവസരം ലഭിക്കുകയായിരുന്നു. ഇന്ത്യൻ വനിതാ താരങ്ങൾക്ക് വിദേശ ക്രിക്കറ്റ് ലീഗുകളിൽ പങ്കെടുക്കാൻ BCCI അനുമതി നൽകിയിട്ടുണ്ട്. അടുത്തിടെ ഹോങ്കോങ്ങിൽ നടന്ന വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ താരമായിരുന്നു ശ്രേയങ്ക. ഇന്ത്യ A ടീമിനു വേണ്ടി 9 വിക്കറ്റുകളാണ് ശ്രേയങ്ക വീഴ്ത്തിയത്. 2023 വനിതാ കരീബിയൻ പ്രീമിയർ ലീഗിൽ 3 ടീമുകളാണ് മാറ്റിരിക്കുന്നത്. ബാർബഡോസ് റോയൽസ്, ഗയാന ആമസോൺ വാരിയേഴ്സ്, ട്രിയാങ്കോ നൈറ്റ്സ് റൈഡേഴ്സ് ടീമുകളാണ് ലീഗിലുള്ളത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, അയർലൻഡ് താരങ്ങളും കരീബിയൻ ലീഗിൽ കളിക്കുന്നുണ്ട്. അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സിക്കൊപ്പം അർജന്റീനക്കാരൻ തന്നെയായ പരിശീലകനും ഇന്റർ മയാമിയിലേക്ക്. US മേജർ സോക്കർ ലീഗ് ക്ലബ്ബായ ഇന്റർ മയാമി അർജന്റീനക്കാരൻ ജെറാർഡോ മാർട്ടിനോയെ പരിശീലകനായി നിയമിച്ചു. സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണയുടെയും അർജന്റീനയുടെയും മുൻ പരിശീലകനായ 60കാരൻ മാർട്ടിനോയ്ക്ക് മെസ്സിയുമായി അടുത്ത ബന്ധമുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ മെക്സിക്കോയുടെ പരിശീലകനായിരുന്നു ടാറ്റ എന്ന് വിളിപ്പേരുള്ള മാർട്ടിനോ. മേജർ സോക്കർ ലീഗിൽ മുൻപ് അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ പരിശീലകനായിരിക്കെ മികച്ച കോച്ചിനുള്ള പുരസ്കാരം നേടി ക്ലബിനെ MLS കപ്പ് ജേതാക്കളാക്കിയിട്ടുണ്ട് മാർട്ടിനോ. ലണ്ടൻ ക്ലബ്ബ് ചെൽസിയിൽ നിന്ന് അതേ നഗരത്തിലെ മറ്റൊരു ക്ലബ്ബായ ആഴ്സണലിലേക്ക് ജർമ്മൻ ഫുട്ബോളർ കായ് ഹവാർട്സിന്റെ ക്ലബ്ബ് മാറ്റം പൂർണ്ണമായി. 6.5 കോടി പൗണ്ടിനാണ് ട്രാൻസ്ഫർ നടന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കഴിഞ്ഞ സീസണിൽ 2ാം സ്ഥാനത്തായിരുന്ന ആഴ്സണലുമായി നീണ്ട കാലത്തേക്കാണ് 26കാരൻ ഹവേർട്സിന്റെ കരാർ. ഈ റിപ്പോർട്ടോടെ പ്ലേ ഓഫിന്റെ ഈ ലക്കം പൂർത്തിയാകുന്നു. കൂടുതൽ കായിക വാർത്തകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.